പഴയ പോലെ മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ നേടിയവർക്കാണ് അവസരം എന്ന് നമുക്കിന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നാട്ടിൽ തന്നെ നിൽക്കുക, ഇവിടെ തന്നെ ജോലി ചെയ്യുക എന്നൊരു സുഖം ഇപ്പോൾ ഉണ്ടല്ലോ. അതിൽ കൊമേഴ്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്ന മേഖലയ്ക്ക് എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ? ദിവസം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം ഒരു ഇസ്രായേൽ കമ്പനിയുടെ സെമി കണ്ടക്ടർ ബിസിനസ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസ്സുകളെല്ലാം വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും കോമേഴ്സ് പ്രൊഫഷണൽസിൻ്റെ ഓപ്പർച്യൂണിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോമേഴ്സുകാർക്ക്, ഫിനാൻസ് പ്രൊഫഷണൽസിന് അവസരം ഉണ്ടാവും. അവരായിരിക്കും ഒരു ബിസിനസ്സിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും എക്കണോമിയെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. ഹായ്, എന്നും പറയുന്നത് പോലെ നമ്മൾ തൊഴിൽ മേഖലയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കും, ഇനിയിപ്പോൾ അടുത്തത് എന്താണ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഇനി എന്ത്. അപ്പോഴാണ് ഒരു ജോലിയെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ പലപ്പോഴും ചോദ്യങ്ങൾ വരുമ്പോൾ പലരും നമുക്ക് സജസ്റ്റ് ചെയ്യുന്നൊരു മേഖലയാണ് ഈ കൊമേഴ്സ്. നിങ്ങൾ കൊമേഴ്സ് പഠിക്കൂ എന്ന് പറയും. ഇത് നമ്മൾ ഒരുപാട് വർഷങ്ങളായി കേൾക്കുന്നതാണ്. അപ്പോൾ ഈ കൊമേഴ്സ് പഠിച്ചാൽ എന്താണ്? അത് സ്വാഭാവികമായിട്ടും ഒരു വളരെ ബേസിക്കുള്ള ചോദ്യമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൻ്റെ വലിയ സാധ്യതകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അതെന്താണ് എന്ന് തിരിച്ചു ചോദിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാം. അപ്പോൾ എന്താണ് കൊമേഴ്സ് എന്ന് പറയുന്ന മേഖല? ഒപ്പം അക്കൗണ്ടൻസി അതൊരു വലിയ മറ്റൊരു വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ ഇതിലൊക്കെയുള്ള പുതിയ ട്രെൻഡുകൾ എന്താണ്? അതിലെ സാധ്യതകൾ എന്താണ്? ജോലി എളുപ്പം ലഭിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എവിടെ പഠിക്കേണ്ടി വരും? എന്ത് പഠിക്കണം? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റ് എനിക്കൊപ്പം ഉണ്ട്. എല്ലാവർക്കും അറിയുന്നത് പോലെ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ് അതിൻ്റെ ഡയറക്ടർ ശ്രീ സന്തോഷ് കുമാർ സർ, വെൽക്കം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം അത് വളരെ ബേസിക്കായിട്ടുള്ള കാര്യമാണ്. ഈ കൊമേഴ്സ് നമ്മൾ 10 വരെ പഠിക്കുമ്പോൾ നമ്മൾ ഈ കൊമേഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നപോലുമില്ല. അങ്ങനെ ഒരു ടേം പോലും പലപ്പോഴും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ 10 കഴിഞ്ഞാലാണ് +2 കൊമേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ ഡിഗ്രിയിൽ കൊമേഴ്സ് എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടെന്ന് പറയുന്നത്. അപ്പം 10ാം ക്ലാസ് വരെ നമ്മളെല്ലാം ബേസിക്കായിട്ട് പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച നമ്മൾ +2 പഠിക്കുന്നുണ്ട്. ലാംഗ്വേജ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ശാസ്ത്ര വിഷയങ്ങളാണെങ്കിലും കണക്കാണെങ്കിലും എല്ലാം നമ്മൾ പിന്നീട് കണ്ടിന്യൂ ചെയ്യുന്നു. പക്ഷേ അതുവരെ കേൾക്കാത്തൊരു പദം +2 കയറി വരുന്നു, കൊമേഴ്സ് അല്ലേ? അത് പ്രത്യേകിച്ച് അക്കൗണ്ടൻസി. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? ഞാൻ ആദ്യം നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുത്തേണ്ട ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് ഇതിനെ ഒന്ന് കാണുകയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എൻ്റെ മോനിപ്പോൾ 10th പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും അവന് സേർട്ടൺ അല്ല ആഫ്റ്റർ 10th അവൻ കോമേഴ്സ് എടുക്കണോ അതോ സയൻസ് എടുക്കണമെന്നോ. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്താ ഈ കോമേഴ്സ്, എന്താണ് ഇതിനകത്ത് പഠിക്കേണ്ടത്. അപ്പോൾ ഞാൻ അക്കൗണ്ടൻസി എന്നൊരു മറുപടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറുപടി പറയുമ്പോൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. അവന് അറിയില്ല എന്താണ് അക്കൗണ്ടൻസി എന്നുള്ളത്. അതിൽ ഫിസിക്സ് പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, മാത്സ് അറിയാം, ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ അറിയാം. ഈ പറയുന്ന കൊമേഴ്സിലെ ഏരിയാസ് എന്തൊക്കെയാണ്, അതിൻ്റെ പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് അറിഞ്ഞുകൂടാ. അപ്പോൾ അവിടെ തന്നെ നമ്മളൊരു മാറ്റം വരുത്തണം. ഈ പിന്നെ കൊമേഴ്സിൻ്റെ പോസിബിലിറ്റി ചോദിച്ചു. കോമേഴ്സ് ഇല്ലാത്തത് എവിടെയാണുള്ളത്? താങ്കളൊരു എൻജിനീയറാണ്. താങ്കളുടെ ലൈഫിൽ താങ്കളുടെ കരിയറിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി മണി മാനേജ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? ഈ ഫിനാൻസ് അല്ലെങ്കിൽ മണി മാനേജ് ചെയ്യാൻ പറ്റാത്തവർ, തീർച്ചയായിട്ടും ഇത് ചെയ്യാൻ പറ്റുന്നവർക്കാണ് അവരുടെ ലൈഫിൽ കൂടുതൽ സക്സസ്ഫുള്ളായി മാറുന്ന അല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ബിസിനസ് എവിടെയുണ്ടോ അവിടെ കോമേഴ്സുകാരുണ്ട്. കാരണം മണി ഈസ് എ ലൈഫ് ബ്ലഡ് ഓഫ് എ ബിസിനസ്. ഈ മണി മാനേജ്മെൻറ്റ് ആരാ ചെയ്യുന്നത്? ഒരു കോമേഴ്സ് അല്ലെങ്കിൽ ഒരു കോമേഴ്സ് പ്രൊഫഷണലാണ്, അല്ലെങ്കിൽ ഒരു ഫിനാൻസ് പ്രൊഫഷണലാണ്. അപ്പോൾ അവിടെയെല്ലാം ആർക്കാണ് ഓപ്പർച്യൂണിറ്റി സംഭവിക്കുന്നത്? കൊമേഴ്സുകാരുടെ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ഒരു കമ്പനിയുടെ ടോപ്പ് പൊസിഷൻ ഇരിക്കുന്നവർക്ക്. അതിന് തൊട്ട് താഴെ CEO, CFO, ഫിനാൻസ് കൺട്രോളർ, ഫിനാൻസ് മാനേജർ, ഈ പോസ്റ്റുകളൊക്കെ ആർക്കുള്ളതാ? ശരിക്കും കോമേഴ്സ് പ്രൊഫഷണൽസിനുള്ളതാ. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ 25 crores ആനുവൽ റെമ്യൂണറേഷൻ വാങ്ങുന്ന കോമേഴ്സ് പ്രൊഫഷണൽസ്
കമ്പനിയുടെ CEO, CFO പോസ്റ്റുകളിലൊക്കെ ഇപ്പോൾ ടാറ്റാ സ്റ്റീലിൻ്റെ ഫൈനാൻസ് മാനേജർ എടുത്തു കഴിഞ്ഞാൽ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആനുവൽ റെമ്യൂണറേഷൻ ഓൾമോസ്റ്റ് 17 crores ആണ്. ഹിന്ദുസ്ഥാൻ ലിവറിലാണ് ഞാൻ അപ്പോൾ ഇവിടെ എനിക്കൊരു ഡൗട്ട് നിന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു ടോപ്പ് ലെവൽ എന്താണ് പറയുക, ടോപ്പ് ലെവലിൽ വരുന്ന ഓഫീസേഴ്സ് ആണ്. അപ്പോൾ അതിലേക്ക് ഒരു എൻട്രി ലെവൽ നമുക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് സ്വപ്നം കാണാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞാൽ അയാൾ എഞ്ചിനീയറാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ജേർണലിസം പഠിച്ചു കഴിഞ്ഞാൽ ജേർണലിസ്റ്റ് ആവുന്നു. കൊമേഴ്സ് പഠിച്ചാൽ എന്താവുക, എന്തൊക്കെയാവും എൻട്രി ലെവലിൽ? ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ ടാക്സ് എടുത്തു കഴിഞ്ഞാൽ ടാക്സിൽ ടാക്സ് അനലിസ്റ്റ് ഉണ്ട്, ടാക്സ് അസോസിയേറ്റ് ഉണ്ട്, ടാക്സ് കൺസൾട്ടൻ്റ് ഉണ്ട്. ഫൈനാൻസിൽ അവിടെ ഈ അനലിസ്റ്റ്, അസോസിയേറ്റ്, കൺസൾട്ടൻ്റ്, അതേപോലെ അക്കൗണ്ട്സ് അനലിസ്റ്റ്, ഓഡിറ്റ് അനലിസ്റ്റ്, ഇതുപോലെയുള്ള പ്രൊഫൈൽസിലായിരിക്കും ഇവർ നോർമലി ഈ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏത് കമ്പനീസിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്ലോബലി നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ JP Morgan Chase ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊമേഴ്സ് പ്രൊഫഷണൽസിന് അവസരം കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതേപോലെ ഗോൾഡ്മാൻ സാക്സ്, മോർഗൻ സ്റ്റാൻലി, മെക്കൻസി, പിന്നെ നമ്മുടെ ബിഗ് 4 കമ്പനികൾ EY, KPMG, ഡെലോയിറ്റ്. ഇനി ഇന്ത്യയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ടാറ്റ ഗ്രൂപ്പ്. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിൽ ടാറ്റ സ്റ്റീലിൻ്റെ ഫിനാൻസ് CFOയുടെ സാലറി ഞാൻ പറഞ്ഞു, ആനുവൽ റെമ്യൂണറേഷൻ ഈസ് അറൗണ്ട് 17 crores ആണ്. പിന്നെ ടാറ്റ മോട്ടേഴ്സിലാണ് ഈ പറഞ്ഞ 17 crores. ടാറ്റ സ്റ്റീൽ വരുമ്പോൾ ഏകദേശം 15 crores ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇൻഫോസിസ്, വിപ്രോ, റിലയൻസ്, പിന്നെ നമ്മുടെ ബാങ്കിങ് സെക്ടേഴ്സിലെല്ലാം കോമേഴ്സ് പ്രൊഫഷണൽസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ ബിസിനസ് എവിടെയുണ്ടോ അവിടെ ഒരു ഫിനാൻസ് എക്സ്പേർട്ട് ഉണ്ടാവണം. അവരാണ് ഈ ബിസിനസ്സിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. ഈ പറയുന്നത് കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-40 വർഷമായിട്ട് ഇപ്പോൾ ഈ കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജോലിയുണ്ട്, നിങ്ങൾ വിദേശത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഗൾഫ് നാടുകളിലൊക്കെ മുമ്പ് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. കൊമേഴ്സ് പഠിക്കുക, നേരെ ഗൾഫിലേക്ക് പോവുക, അവിടെ ഒരു ഈ പറയുന്ന പോലെ അക്കൗണ്ടൻ്റ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുക, വളരെ എളുപ്പത്തിൽ കിട്ടും എന്നൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ശരിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ വന്ന ഈ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുക, ഇവിടെ തന്നെ ജോലി ചെയ്യുക എന്നൊരു സുഖം ഇപ്പോൾ ഉണ്ടല്ലോ. അതിൽ കൊമേഴ്സ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി, അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്ന മേഖലയ്ക്ക് എത്രമാത്രം പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ നാട്ടിൽ? ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഗ്ലോബലി നമ്മൾ 5ാമത്തെ ഫിനാൻഷ്യൽ പവറാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ ഗ്രോത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് ബിസിനസ് ഗ്രോത്താണ്. തീർച്ചയായിട്ടും അഗ്രികൾച്ചർ എല്ലാം ഉണ്ട്, എങ്കിൽ പോലും ആ ഗ്രോത്തിൻ്റെ ഒരു പിന്നിലെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്നത് ബിസിനസ്സാണ്. ഈ ബിസിനസ് ഡ്രൈവ് ചെയ്യേണ്ട ഈ കൊമേഴ്സുകാരാണ്. ഞാൻ റീസെൻ്റായിട്ട് വായിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ ബൈ 2040 30 lakhs ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ആവശ്യമുണ്ട്. 30 lakhs. ഇന്നുള്ളത് 4 lakhs താഴെ. ഇപ്പം ഗ്യാപ്പ് എത്രയാ? 26 lakhsോളം. അപ്പം ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഓരോ വർഷവും 1 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ടായെങ്കിലേ നമുക്ക് ആ നീഡ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ ട്രില്യൺ ഗ്രോത്ത് സംഭവിക്കുമ്പോഴും 1 ലക്ഷം ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്നാണ് കണക്ക്. അതാണ് ഇത്. ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെ കേസ് മാത്രമല്ല, ബാക്കിയുള്ള ഫിനാൻസ് പ്രൊഫഷണൽസും അവർ CMA ആയിക്കോട്ടെ, CS ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ സിറ്റുവേഷൻ സെയിമാണ്. അത്രയും ഡിമാൻഡ് ഈ പ്രൊഫഷണൽസിന് ഈ മാർക്കറ്റിലുണ്ട്. ഇങ്ങനെ ഒരു അഡിക്വേറ്റ് ആവാൻ കാരണം എന്തായിരിക്കും? കാരണം ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുന്നു, ഇത്രയും പോസിബിലിറ്റീസ് എന്ന് പറയുന്നു, ഇത്രമാത്രം ആൾക്കാർ ഇപ്പോൾ ഉള്ളൂ എന്ന് പറയുന്നു. പക്ഷേ നമുക്കറിയാം ഒരുപാട് ഗ്രാജുവേറ്റ്സ് ഉണ്ട് ഈ കൊമേഴ്സ്, BCom ഒക്കെ കഴിഞ്ഞ ആൾക്കാർ. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഈ പറയുന്ന CA ആയി മാറാൻ പറ്റാത്തത്? പല റീസൺസ് ഉണ്ട് അതിനകത്ത്. ഒന്ന്, ഈ കൊമേഴ്സിലേക്ക് നമ്മൾ തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചു, ഈ 10th വരെ ഈ കോമേഴ്സ് എന്താണ്, അക്കൗണ്ടൻസി എന്താണ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരു പ്രോപ്പർ അവയർനെസ് കിട്ടുന്നില്ല. അവർ പഠിക്കുന്ന സബ്ജക്ട്സ് മറ്റു പലതുമാണ്. അപ്പം അവിടെ ഈ മണി മാനേജ്മെൻറ്റിനെ പറ്റിയോ ഈ പറയുന്ന കോമേഴ്സ് സബ്ജക്ട്സിനെ പറ്റിയുള്ള അവയർനെസ് കിട്ടുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ക്രീം കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് കോമേഴ്സിലേക്ക് വന്നു തുടങ്ങിയത് ഈ റീസെൻറ്റ് പാസ്റ്റിലാണ്. ഓക്കെ, ഞാനൊക്കെ കോമേഴ്സ് പ്രീ ഡിഗ്രിയാണ് പഠിച്ചത്. ആ കാലഘട്ടത്തിൽ കോമേഴ്സിലേക്ക് വന്നത് അക്കൗണ്ടൻസി എന്താണെന്ന് അറിയാണ്ടാണ്. അച്ഛൻ്റെ അനിയൻ പറഞ്ഞു കോമേഴ്സ് പഠിച്ചു, അതുകൊണ്ട് കോമേഴ്സ് പഠിച്ചു.
നമുക്കതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും പോസിബിലിറ്റീസും ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് മാറ്റം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ മാറ്റത്തിനെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ 10th സ്കൂൾ ലെവലിൽ തന്നെ കോമേഴ്സ് സബ്ജക്ട്സ് നമുക്ക് കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കേസ്, ഈ കുട്ടികളുടെ കേസിൽ തന്നെ കോമേഴ്സിലേക്ക് വന്നവരിൽ തന്നെ പലർക്കും അറിയാവുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസി മാത്രമാണ്. അവിടെയുള്ള മറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ മറ്റ് സ്ട്രീമുകൾ, ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി, ഇപ്പോൾ CMA, കമ്പനി സെക്രട്ടറിഷിപ്പ്, അതുപോലെ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോഴ്സസ് ഉണ്ട്. ACCA, CPA, CMA USA, CFA, ഇതുപോലെയുള്ള കോഴ്സുകളെ പറ്റിയുള്ള അവയർനെസ് കുട്ടികൾക്ക് കിട്ടിത്തുടങ്ങിയത് ഒരു റീസെൻറ്റ് പാസ്റ്റിലാണ്. പിന്നെ നമ്മുടെ സിവിൽ സർവീസ് എടുത്തു കഴിഞ്ഞാൽ എത്ര പേർക്കറിയാം, സിവിൽ സർവീസിൽ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള അല്ലെങ്കിൽ കോമേഴ്സ് സ്ട്രീമിൽ വരുന്ന 7 or 8 പ്രോഗ്രാംസ് ഉണ്ട്. IAS, IPS, അതിന് താഴോട്ട് വരുമ്പോഴത്തേക്കും IFS, ഓഡിറ്റിങ്ങിൽ, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൊക്കെ സിവിൽ സർവീസ് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും പലർക്കും അറിഞ്ഞുകൂടാ ആക്ച്വലി. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോസിബിലിറ്റീസ് ഇവർ മിസ്സാക്കി കളയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ ഇത്ര വാസ്റ്റ് ആയിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു, അത്രമാത്രം ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നു, അതും ജോലി സാധ്യതകളാണ്. പക്ഷേ അങ്ങനെ ഒരു ജോലി സാധ്യത വളരെ പെട്ടെന്ന് തന്നെ ഗ്രാബ് ചെയ്യാൻ ആർക്കായിരിക്കും പറ്റുക? അതിനിപ്പം കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി മാത്രമല്ല, ബേസിക്കലി ജനറലി പറയാം, ആർക്കായിരിക്കും വളരെ പെട്ടെന്ന് ഒരു ജോലി കിട്ടുക? ഇവിടെയാണ് നമ്മൾ ടീച്ചേഴ്സ്, അതേപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്നവർ, കുട്ടികൾ മാറ്റങ്ങൾ തിരിച്ചറിയേണ്ടത്. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ, ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല മാർക്ക് വാങ്ങി പാസ്സായാൽ നമുക്ക് ജോലി ഉറപ്പാണ്. അപ്പോൾ അതേപോലെ എനിക്ക് മുമ്പ് ഡിഗ്രി കഴിഞ്ഞവർക്കൊക്കെ ജോലി കിട്ടുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷെ ഇന്ന് കോർപ്പറേറ്റ്സ് ആവശ്യപ്പെടുന്നത് നല്ല മാർക്ക് വാങ്ങിയവരെ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എക്സാമിനേഷൻ പാസ്സായി വരുന്നവരെ മാത്രമല്ല, ഒരുപാട് എക്സ്പെക്റ്റേഷനുണ്ട് കോർപ്പറേറ്റ്സിന്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ക്വാളിഫിക്കേഷൻ നേടുമ്പോൾ നമ്മൾ ടെക്നിക്കൽ കോമ്പിറ്റൻസ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, പ്രൊഫഷണൽ സ്കിൽസ്, പ്രൊഫഷണൽ എത്തിക്സ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, ഇതുകൂടി ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഒരു കോർപ്പറേറ്റിലേക്ക് ഈസി എൻട്രി പോസിബിൾ ആവുകയുള്ളൂ. ഓക്കെ, അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പല കോർപ്പറേറ്റ്സുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ലോജിക്കിൽ തന്നെ പല എക്സ്ട്രാ കരിക്കുലറായിട്ടുള്ള സെഷൻസ്, ഞങ്ങളതിനെ വിളിക്കുന്നത് നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാംസ് എന്നാണ്. ഈ നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാംസിൽ നമ്മൾ കോർപ്പറേറ്റ് ഇൻ്റേൺഷിപ്പ് പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിംഗ് പഠിക്കുന്നു. ഒരു കമ്പനി ഈ ബഡ്ജറ്റിംഗ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ബഡ്ജറ്റിംഗ് ആൻഡ് ഫോർകാസ്റ്റിംഗ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു. ഒരു കോർപ്പറേറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി അവിടെ അപ്ലൈ ചെയ്യുന്നത്, അതാണ് ഞങ്ങളുടെ CIP പ്രോഗ്രാം എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഉബായ് എന്ന് പറയുന്നത് റിയൽ സെനാരിയോയിൽ എങ്ങനെയാണ്. എക്സാക്ട്ലി. അപ്പോൾ അതേപോലെ ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ട്, നമുക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഉണ്ട്. ഇതൊക്കെ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ പോലെ മാർക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ നേടിയവർക്കാണ് അവസരം എന്ന് നമുക്കിന്ന് പറയാൻ പറ്റില്ല. അതോടൊപ്പം ഈ പ്രൊഫഷണൽ സ്കിൽസ്, പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, എത്തിക്സ്, ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ്. അതായത് ടൈം ഒരു പ്രശ്നമാണ്. അതായത് നമുക്ക് വേസ്റ്റ് ചെയ്യാൻ ടൈമില്ല, എസ്പെഷ്യലി ഫോർ കോർപ്പറേറ്റ്സ്. അതായത് ഒരു പുതിയൊരാള് കമ്പനിക്ക് ഒരു പുതിയ പ്രോജക്റ്റ് കിട്ടി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഡേ തന്നെ ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരാളെ റിക്രൂട്ട് ചെയ്തിട്ട് ഇതെല്ലാം ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോസിബിൾ ആവുന്നില്ല. പിന്നെ പഴയ പോലെ ഇപ്പം ഞാൻ എൻ്റെ കരിയർ, ഇതിന് മുമ്പത്തെ കരിയർ എന്ന് പറയുന്നത് ഒരു 6 വർഷം, ഇതിന് മുമ്പ് ഞാൻ ടീച്ചിങ്ങിൽ തന്നെയാണ്. എൻ്റെ 26 വർഷവും ടീച്ചിങ്ങിൽ തന്നെയാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ലോജിക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്ത് 9 മാസം നോട്ടീസ് പീരീഡ് കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ അതിനുശേഷം 1 വർഷം ആ സ്ഥാപനത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ 1 ദിവസം പോയി ക്ലാസ് എടുത്തിരുന്നു. പക്ഷേ ഇന്ന് മാറി വന്നിട്ട് പല കോർപ്പറേറ്റ്സും സംസാരിക്കുന്നത്, ഇന്ന് വൈകിട്ട് മെയിൽ വരും, നാളെ പോലെ ഓഫീസിലുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ റിസ്ക്കും അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു വലിയ ഡ്യൂറേഷൻ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇവരെ ട്രെയിൻ ചെയ്ത് പ്രിപ്പയർഡ് ആക്കാൻ വേണ്ടി കോർപ്പറേറ്റ്സ് റെഡി ആവുന്നില്ല. മാത്രമല്ല ഓൺ ദി അതർ സൈഡ് ഒരുപക്ഷെ അത്രയും കറേജിയസ് ആയിട്ട് അങ്ങനെ ഡിസിഷൻ എടുക്കാൻ എംപ്ലോയിക്ക് തോന്നുന്നതിന് കാരണം ഈ ഓപ്പർച്യൂണിറ്റീസ് ആണ്. തീർച്ചയായിട്ടും എംപ്ലോയീസിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ
പ്രിപ്പയർഡായിട്ട് ഒരു കോർപ്പറേറ്റ്സിൻ്റെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ക്വാളിഫിക്കേഷനും അതേപോലെ അതർ സ്കിൽസ് പ്രൊഫഷണൽ സ്കിൽസ് നേടിക്കൊണ്ട് നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പോസിബിലിറ്റി വളരെ ഹൈ ആയിരിക്കും. ഓക്കെ, അത് നമ്മൾ ഈ പറയുന്ന പോലെ ഈ എന്താണ് റെഡി ടു ലിവ് ഫ്ലാറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ ഇൻഡസ്ട്രി റെഡി ആയിട്ട് അങ്ങനെ എക്സ്പേർട്ടിനെ ഉണ്ടാക്കുക. ഓക്കെ, അതെങ്ങനെയാണ് ഇപ്പോൾ ഈ ലോജിക്കിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ലോജിക്കിൽ അത്തരം കാര്യങ്ങൾ നടത്തുന്നത്? എങ്ങനെയാണ് ലോജിക്കൽ? നമ്മളിപ്പം ഈ കരിക്കുലത്തിനോടൊപ്പം തന്നെ എക്സ്പെഷ്യലി ഇൻ്റർനാഷണൽ കോഴ്സിലാണ് ആക്ച്വലി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് കൂടുതൽ. ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി, ഇപ്പോൾ നോർമലി ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായി വന്നു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും കാണുന്നത് ബിഗ് ഫോറിലൊക്കെ ആണെങ്കിൽ ഒരു 1 lakh 1.25 lakhs 1.5 lakhs ഒക്കെ സാലറിയിൽ നമ്മുടെ കുട്ടികൾ ഇനിഷ്യലി തന്നെ പ്ലേസ്ഡ് ആവാറുണ്ട്. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടൻസി ഒക്കെ ആണെങ്കിൽ തന്നെ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞാൽ ഇവർ 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നു. ഇപ്പോൾ CMA ഇന്ത്യ ആണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻസി ആണെങ്കിൽ ആദ്യം ഒരു 15 മാസത്തെയും പിന്നെ ബാലൻസ് 3 yearsൻ്റെ ബാലൻസ് അവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇൻറ്റേർണർഷിപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾഷിപ്പ് പീരീഡിൽ ഇവർക്ക് ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്, അതുപോലെ ക്ലയൻസുമായിട്ട് ഇൻട്രാക്ഷനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് അവിടെ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ പ്രൊഫഷണൽ സ്കിൽസ് അവർ നേടിയെടുക്കുന്നുണ്ട്. അതേസമയം ഈ ഫോറിൻ കോഴ്സ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആക്ച്വലി ഇത് പലപ്പോഴും മിസ്സാവുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫോറിൻ കോഴ്സിനോടൊപ്പം ബിഫോർ, ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ഇൻറ്റേർണർഷിപ്പ് എന്നാണ് പറയുന്നത്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഇങ്ങനെ റൂൾ വെക്കാൻ എൻ്റെ വിശ്വാസം അവർക്ക് റീസൺ ഉണ്ട്. ഈ വെസ്റ്റേൺ കൾച്ചർ എന്താ, അവിടെ ഒരു 17 വയസ്സ് കഴിഞ്ഞാൽ പിന്നീട് ഏൺ ആൻഡ് ലേൺ ആണ്. അവൻ പണിയെടുത്തുകൊണ്ട് പഠിക്കും. നമ്മുടെ ഇവിടെ ഒരാൾ 25 വയസ്സ് വരെ പഠിച്ചാൽ 25 വർഷം പഠിക്കും, പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാൻ നോക്കും. പക്ഷെ ആ സമയത്ത് ലേണിംഗ് ഒന്ന്, ദാറ്റ് മീൻസ് പ്രാക്ടിക്കലി ഒന്നും സംഭവിക്കുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മുടെ കൾച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എൻട്രി കിട്ടാൻ ഇവർ ചെല്ലുമ്പോൾ ഇപ്പോൾ ACCO അല്ലെങ്കിൽ CPO അല്ലെങ്കിൽ CMA ഒക്കെ പാസ്സായിട്ട് ഒരു ഇൻ്റർവ്യൂ ഇവർ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ആ പ്രാക്ടിക്കൽ അപ്രോച്ച് ഉണ്ടാവില്ല. അവരതിന് ശേഷമുള്ള 2 വർഷമോ അല്ലെങ്കിൽ 3 വർഷമോ പണിയെടുത്ത എക്സ്പീരിയൻസ് ഉണ്ടാക്കാനാണ് ചെയ്യുന്നത്. പക്ഷേ കോർപ്പറേറ്റ്സ് ആഗ്രഹിക്കുന്നതല്ല, അവർക്ക് ഓൾറെഡി റെഡി ആയിട്ടുള്ള ഒരാളെ വേണം. അപ്പം അതുകൊണ്ടാണ് ആക്ച്വലി നമ്മുടെ കരിക്കുലത്തിനകത്ത് എക്സ്പെഷ്യലി ഇൻ്റർനാഷണൽ കോഴ്സുകൾക്ക് കൂടുതൽ എംഫസൈസ് കൊടുത്തുകൊണ്ട് നമ്മുടെ കരിക്കുലത്തിൽ ഈ നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാംസ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാമിൽ ഈ കോർപ്പറേറ്റ് ഇൻ്റർൺഷിപ്പ് പ്രോഗ്രാം, ഉപായ, S+ പോലെയുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങും അതുപോലെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബെനിഫിറ്റ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മളത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത് ആക്ച്വലി ആ കോർപ്പറേറ്റ്സിൻ്റെ സജഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അത് ഈ എക്സിക്യൂട്ടീവ് എങ്ങനെയാണ്? ഇൻ ഹൗസ് ആണോ അല്ലെങ്കിൽ പറയുന്ന പോലെ പുറത്തുള്ള എക്സ്പേർട്സ്? നമുക്ക് ഇപ്പം നമ്മുടെ ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു BDOയുടെ ഫിനാൻസ് മാനേജറായിട്ടിരുന്ന, അതേപോലെ തന്നെ EYയിലൊക്കെ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഹാർദിക്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ടീമോടെ കൂടിയാണ് ഈ കോർപ്പറേറ്റ് ഇൻ്റേൺഷിപ്പ് പ്രോഗ്രാം, അതായത് പ്രാക്ടിക്കൽ ട്രെയിനിങ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. പിന്നെ മറ്റ് സെഷൻസ് ഈ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനുള്ള ലീഡർഷിപ്പ് ട്രെയിനിങ്, അതിന് ബോത്ത് നമ്മുടെ ഇൻഹൗസ് ടീമും എക്സ്റ്റേണൽ ടീമും നമ്മൾ യൂസ് ചെയ്യും. മേ ബി തിയററ്റിക്കലി പഠിച്ചൊരു കാര്യം ഇങ്ങനെയാണ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരു പക്ഷേ കുട്ടികൾക്ക് മനസ്സിലാവുക ആ സമയത്തായിരിക്കും അല്ലേ? കറക്റ്റ്. നമ്മുടെ ഇപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇപ്പോൾ എക്സ്പെഷ്യലി ഇൻ ദ റീസെൻറ്റ് പാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾ അതിൻ്റെ പ്രാക്ടിക്കൽസ് കൂടെ മനസ്സിലാക്കിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് ബെറ്ററായിട്ട് പെർഫോം, ഞാൻ കുറച്ച് മുമ്പ് ഞാൻ സംസാരിച്ചില്ലേ, അപ്പോൾ ഈ ഒരു എൻട്രി ലെവലിൽ നിന്ന് നാളെ കമ്പനിയുടെ ഏറ്റവും ടോപ്പ് പൊസിഷനായ CFO CEO ലെവലിലേക്ക് വരെ എത്താനുള്ള പോസിബിലിറ്റി ഇവർക്കുണ്ട്. അതിനൊരു ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക, അതാണ് ഞങ്ങൾ ഈ നെക്സ്റ്റ് ലെവൽ മാനേജർ പ്രോഗ്രാംസിലൂടെ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ മേഖലയിൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് സാറിന്. കാരണം ഇപ്പോൾ അധ്യാപകനായിട്ടുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു 4 നൂറ്റാണ്ടുണ്ടായിരുന്നു, 25 years എന്ന് പറയുമ്പോൾ അത്രയുണ്ട്. 4 നൂറ്റാണ്ടെന്ന് പറയുമ്പോൾ വലിയ. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ വന്നിരിക്കുന്ന ഓരോ ട്രെൻഡും അതിൻ്റെ ചേഞ്ചസും എല്ലാം വളരെ കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ്. അപ്പം ഇനി നെക്സ്റ്റ് ലെവൽ എന്താണ് സംഭവം? ഞാൻ ഇപ്പം പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഏരിയ എടുത്താലും, ഇപ്പം ജേർണലിസം എടുത്താൽ തന്നെ ഇപ്പം നമ്മുടെയൊക്കെ ജോലി എന്താണ് പറയുക, ത്രെട്ടിലാണ്, അണ്ടർ ത്രെറ്റ് എന്ന് പറയാം. കാരണം ഇപ്പോൾ AI വന്നതോടുകൂടി ഒരു വലിയൊരു സാധ്യതയുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി വേണമെങ്കിൽ ഒരു AI ന്യൂസ് റീഡറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, എനിക്ക് വീട്ടിലിരിക്കാം എന്ന രീതിയൊക്കെ വന്നു. അപ്പം അങ്ങനെ ഒരു കാലത്താണ്. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ കൊമേഴ്സിലൊക്കെ അത്തരം കാര്യങ്ങൾക്കുള്ള സാധ്യതകളുണ്ടോ?
തീർച്ചയായിട്ടും ഒരുപാട് ക്ലറിക്കലായിട്ടുള്ള വർക്കുകൾ ഓട്ടോമേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പല ബിഗ് ഫോറുകളും ടാർഗറ്റ് ചെയ്യുന്നത് ആനുവലി അവരുടെ വർക്കിൻ്റെ അവരുടെ ടൈമിൻ്റെ 8 to 10% ഓട്ടോമേറ്റഡ് ആവണം, അല്ലെങ്കിൽ എഫിഷ്യൻസി കൂട്ടി റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നോർമലായിട്ട് ക്ലറിക്കലായിട്ട് സംഭവിക്കുന്ന വർക്കുകളൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് മാറും. അതിനകത്ത് സംശയമൊന്നുമില്ല. പക്ഷേ ഇത് ഫിനാൻസാണ്, ഈ മേഖല ഫിനാൻസാണ്. അപ്പോൾ ഒരു പണ്ട് കാലത്ത് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻ്റൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന ഒരു കണക്കപ്പിള്ളമാരെന്നൊക്കെയായിരുന്നു. അപ്പം അന്നത്തെ ഇവരുടെ ഒരു റോളെന്ന് പറയുന്നത് ടൈമിലി ആക്യുറേറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതായത് ഒരു കമ്പനിയുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ ഒക്കെ പ്രിപ്പയർ ചെയ്യുക, ഈ പറയുന്ന ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഹൂവർ ഇറ്റ് ഈസ് അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ സബ്മിറ്റ് ചെയ്യാം, പണി കഴിഞ്ഞു. ഇന്നതൊക്കെ മാറി. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ വേറൊരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ റോൾ ഒരുപാട് വൈഡൻ ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ അനാലിസിസ്, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ്, അതുപോലെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്, ഈ പറയുന്ന ഡിസിഷൻ മേക്കിംഗ് റോളുകൾ, ഇതൊക്കെ ഇന്ന് ഫിനാൻഷ്യൽ എക്സ്പേർട്സിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രൊഫഷണൽസിൻ്റെ മേഖലകളാണ്. ഇതിൽ പലതും കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓട്ടോമേഷനിലൂടെ പോസിബിൾ ആവില്ല. ഡിസിഷൻസ് എടുക്കേണ്ട മേഖലകളിൽ ആര് തന്നെ വേണ്ടി വരും. അപ്പോൾ ആ സ്കില്ലുള്ള ഒരാൾ തന്നെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഗൂഗിളിൻ്റെ പേരൻറ്റ് കമ്പനിയായ ആൽഫാബെറ്റിൻ്റെ CFO അവരുടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് $24.5 million ആണ്. എനിക്ക് തോന്നുന്നു കൺവേർട്ട് ചെയ്താൽ 1,200 കോടി രൂപ വരും. ഓക്കെ, അപ്പോൾ അത്രയും റെമ്യൂണറേഷൻ കൊടുത്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ പ്രൊഫഷണലിനെ ഒരു കമ്പനി വെക്കണമെങ്കിൽ അവരുടെ റെലവൻസ് ആ കമ്പനിയിൽ എന്തുമാത്രം ആലോചിച്ച് നോക്കി. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ക്ലറിക്കൽ വർക്ക് ചെയ്യാൻ വേണ്ടി കോമേഴ്സ് പഠിച്ചാൽ നാളെ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവാം. അതേസമയം കമ്പനിയുടെ ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് മാറുകയാണെങ്കിൽ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പറഞ്ഞ റോളുകളിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെയൊക്കെ ബേസ് നമ്മുടെ ബ്രെയിനും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ സ്കിൽസുമാണ്. ഓക്കെ, അവിടെ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആവാൻ പോകുന്നില്ല. ബിക്കോസ് യു ആർ ഗോയിങ് ടു ഡ്രൈവ് ദ ബിസിനസ്. ഇപ്പം ഈ കോമ്പറ്റീഷൻ ഗ്ലോബലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റ് ഓപ്പൺ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ത്യയിലേക്ക് തന്നെ എന്തുമാത്രം കമ്പനികളാണ് വന്നുകൊണ്ടിരിക്കണേ. ഇപ്പം ആപ്പിളിൻ്റെ തന്നെ ഒരു യൂണിറ്റ് തമിഴ്നാട്ടിൽ വരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ദിവസം പ്രതി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പം ഒരു ഇസ്രായേൽ കമ്പനിയുടെ സെമി കണ്ടക്ടർ ബിസിനസ് ഇന്ത്യയിലേക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസ്സുകളെല്ലാം വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കൂടിക്കൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും കോമേഴ്സ് പ്രൊഫഷണൽസിൻ്റെ ഓപ്പർച്യൂണിറ്റിയും കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഗ്രാജുവലി. അതും കൂടെ ഉറപ്പായിട്ടും. കാരണം ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ, മണി ഈസ് എ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ്. എങ്കിൽ ആ മണി ആരാണ് മാനേജ് ചെയ്യേണ്ടത്? അതറിയുന്ന ഒരാൾക്കേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഫിനാൻഷ്യൽ പ്രൊഫഷണലായിരിക്കും. അപ്പോൾ ഇത് ബേസിക്കായിട്ടുള്ള ചോദ്യമാണ്. ഈ അക്കൗണ്ടൻസി കഠിനമാണ് എന്ന് പറയുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, സുഹൃത്തുക്കളുടെ ബന്ധുക്കളായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ കൊമേഴ്സിൽ ഏറ്റവും പ്രശ്നം അക്കൗണ്ടൻസിയാണ്. അത്രയ്ക്ക് വില്ലനാണോ ഈ അക്കൗണ്ടൻസി? ഇതെങ്ങനെയാണ് ഇത് വരുതിയിലാക്കാൻ പറ്റുക? ഞാൻ എൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് കോമേഴ്സ്, അന്ന് 4th ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്, പ്രീ ഡിഗ്രി ആയിരുന്നു. അപ്പോൾ ഈ എൻ്റെ അച്ഛൻ്റെ അനിയൻ പറഞ്ഞിട്ടാണ് ഞാൻ 4th ഗ്രൂപ്പ് എടുക്കുന്നത്. അന്നൊരു ധാരണയുണ്ട്, 4th ഗ്രൂപ്പ് പഠിക്കുന്നവർ ഏറ്റവും തല്ലിപ്പുളികളാണ്, ഉഴപ്പന്മാരാണ് എന്നൊക്കെ കണ്ടിരുന്നൊരു കാലഘട്ടം അത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ശരിക്ക് എന്തോ ഈ 4th ഗ്രൂപ്പ്? പറഞ്ഞു കോമേഴ്സ്. അതിനകത്ത് എന്താ പഠിക്കാനുള്ളത്? അക്കൗണ്ടൻസി എന്താ? കാരണം 10ാം ക്ലാസ് വരെ നമ്മൾ കേട്ടിട്ടില്ല. അക്കൗണ്ടൻസി എനിക്ക് ഉടനെ പറഞ്ഞു തന്നത് മാത്സ് പോലൊരു സബ്ജക്റ്റാണ്. ഈ മാത്സ് പോലെ സബ്ജക്റ്റ് അപ്പോൾ തന്നെ നമ്മുടെ കിളി പോകും. കാരണം മാത്സ് ടഫ് ആയതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അക്കൗണ്ടൻസി ഇപ്പോഴും പലരും സംസാരിക്കുന്നുണ്ട്, അക്കൗണ്ടൻസി മാത്സ് പോലൊരു സബ്ജക്റ്റാണ്. ആക്ച്വലി അക്കൗണ്ടൻസി മാത്സ് തമ്മിലൊരു ബന്ധമില്ല. അക്കൗണ്ടൻസി ടഫുമല്ല. അതായത് ഒരു കമ്പനി, അപ്പോൾ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, അത് സെയിൽസ് ആവാം, പർച്ചേസ് ആവാം, അവിടുത്തെ സാലറി പേ ചെയ്യുന്നതാവാം, റെൻറ്റ് പേ ചെയ്യുന്നതാവാം, അവർ ഫണ്ട് റേസ് ചെയ്യുന്നതാവാം, ഇതൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസിൻ്റെ ബേസിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്
അക്കൗണ്ടിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് മാച്ചുമായിട്ട് ബന്ധമില്ലെന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ആ അക്കൗണ്ടൻസിയുടെ ബേസിക് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കി പഠിച്ചത്. ഇത് ആരാണ് ഈ എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ അക്കൗണ്ടൻസിയിൽ കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്, കോൺസെപ്റ്റ്സ് ഉണ്ട്, കൺവെൻഷൻസ് ഉണ്ട്. ഇത് മനസ്സിലാക്കാതെ ബൈഹേർട്ട് ചെയ്യാൻ പറയും. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ ഡ്രോബാക്ക് ആണല്ലോ ബൈഹേർട്ട് ചെയ്യുക, റോട്ട് മെമ്മറൈസേഷൻ, മെമ്മറൈസ് ചെയ്തിട്ട് എക്സാമിന് എഴുതുക, മാർക്ക് വാങ്ങുക. അതല്ല വേണ്ടത്. ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കോൺസെപ്ച്വൽ ലേണിംഗ് ആണ് സംഭവിക്കേണ്ടത്. അപ്പം നമ്മൾ പറയില്ലേ അർത്ഥം അറിഞ്ഞ് പഠിക്കടാ. അപ്പം നമ്മൾ പഠിക്കുന്നത് എന്തോ അതിൻ്റെ വൈ, അതേപോലെ ഹൗ, ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ കോമേഴ്സിൽ ഒരു സബ്ജക്ട്സും ടഫല്ല. അങ്ങനെയാണ് കോമേഴ്സ് സബ്ജക്ട്സ് പഠിക്കേണ്ടതും, പ്രത്യേകിച്ച് അക്കൗണ്ടൻസി തന്നെ പല ബൈഫർക്കേഷൻസ് ഉണ്ട്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഉണ്ട്, കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പ്രിൻസിപ്പിൾസും ഈ കോൺസെപ്ച്വൽ ലേണിങ്ങിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അക്കൗണ്ടൻസി ഏറ്റവും നല്ല സ്കോറിംഗ് സബ്ജക്റ്റായിട്ടും അതേപോലെ ഏറ്റവും നല്ല കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടിയും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അക്കൗണ്ടൻസി. ഇനിയിപ്പോൾ ഈ അക്കൗണ്ടൻസിയൊക്കെ പേടിച്ച് അല്ലെങ്കിൽ കൊമേഴ്സിനെ പേടിച്ച് അല്ലെങ്കിൽ എന്താണ് കൊമേഴ്സ്, ഇതിൽ എടുത്തു കഴിഞ്ഞാൽ കൊച്ചിന് എന്തെങ്കിലും ജോലി കിട്ടോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന നമ്മുടെ രക്ഷിതാക്കളോട് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളോട് അവസാനമായിട്ട് സാറിന് എന്താണ് പറയുന്നത്? ബിസിനസ് ഉള്ളിടത്തോളം കാലം, മണി മാനേജ് ചെയ്യേണ്ടിടത്തോളം കാലം കോമേഴ്സുകാർക്ക്, ഫിനാൻസ് പ്രൊഫഷണൽസിന് അവസരം ഉണ്ടാവും. അവരായിരിക്കും ഒരു ബിസിനസ്സിൻ്റെയും ഒരു രാജ്യത്തിൻ്റെയും എക്കണോമിയെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതുള്ളിടത്തോളം കാലം പേടിക്കാനില്ല. അത് സർട്ടനാണ്. താങ്ക് യു സോ മച്ച്.